ഇവിടുന്ന് പിന്നെ ആരെയും ഞാൻ പറഞ്ഞു വിടത്തില്ല എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ കയറിയാൽ തന്നെ പകുതി ധൈര്യം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണം, നിങ്ങൾ എത്ര വർഷമായിട്ട് ഇത് ആഗ്രഹിച്ചിട്ടുണ്ടാവും സിനിമയിൽ അഭിനയിക്കണമെന്ന്, അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് കിട്ടാഞ്ഞതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാര്യം എന്താണ്? നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഒരു പുഷിങ് ഉള്ളിൽ നിന്ന് വന്നിട്ടുമില്ല. പിന്നെ അപാര കഴിവ് എനിക്കുണ്ട് എന്ന് പറയുന്ന ഒരു ബോധോദയവും ഇല്ല. അപാര കഴിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതെങ്കിലുമൊക്കെ ഡയറക്ടറുടെ മുന്നിലൊക്കെ പോയി തലയും കുത്തിയൊക്കെ വീണൊക്കെ കയറാനായിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇപ്പോൾ നല്ലതായിട്ട് ദോശ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ സ്റ്റൗവും ഇല്ല, കുറ്റിയില്ല, ഈ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പരിപാടി. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ക്യാരക്ടർ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ക്യാരക്ടറിനെ എന്താണെന്ന് മനസ്സിലാക്കണം. അതെന്നെ ഇത് പറയാൻ കാര്യം വെച്ചാൽ നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങളുടെ കഥാപാത്രത്തിനെ മാത്രമേ ഇപ്പം അറിയത്തുള്ളൂ. നിങ്ങളുടെ തലച്ചോറിൻ്റെ അകത്ത് ഇപ്പം നിങ്ങളെ അറിയാം. ഇപ്പം താൻ പഠിച്ച സ്കൂള്, താൻ പഠിച്ച കോളേജ്, അതുപോലെ തന്നെ താൻ പഠിച്ചിട്ടുള്ള ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, നിങ്ങളുടെ വീട്ടുകാരോ കുടുംബക്കാരോ കൂട്ടുകാരോ അവരുടെ ഇടയിൽ തൻ്റെ ബിഹേവിങ് രീതി, ആ ബിഹേവിങ് രീതി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനമ്മ പറഞ്ഞു തന്നതും കൂട്ടുകാരുടെ കയ്യിൽ ഇടപെടുമ്പോഴും അപ്പം നമുക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതി ആയിരിക്കില്ല നമ്മൾ നോർമൽ ലൈഫിൽ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്താ, നമ്മൾ പഠിച്ച തൊഴിൽ അല്ലേ? നമ്മളൊരു കഥാപാത്രമാകുമ്പോൾ ആ കഥാപാത്രത്തിനും ഇതേ റൊട്ടൈനുണ്ട്. അയാളും പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത്രയും കാണിക്കാനായിട്ട് സൗകര്യമില്ലാത്തത് കൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ ഏതെങ്കിലും കുറച്ച് സിറ്റുവേഷൻസ് മാത്രമാണ് നമ്മൾ സിനിമയിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതെടുക്കുമ്പോഴും അയാൾ ആ തുടങ്ങിയിട്ട് ആ സിറ്റുവേഷനിൽ അയാളുടെ ലൈഫ് ഓടി വന്നിരിക്കുന്നിടത്തുനിന്ന് വേണം നമ്മൾ പിടിക്കാൻ. അപ്പോൾ ആ ഈ വോൾട്ടേജ് ലെവൽ നോക്കാം. പിന്നെ രണ്ടാമത്തത് ഈ പാട്ട് പാടുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഡയലോഗ് പറയുന്നത്. പാട്ട് പാടുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എന്താ, ഇപ്പം പണ്ടത്തെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ എഴുതുന്ന വരികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കരിമിഴി കുരുവിയെ കണ്ടില്ല, ഈ കരിമിഴി കുരുവിയുടെ മിഴി കരിമിഴി എന്ന് പറയും. കരിമിഴി എന്നാണ് അയാൾ ഉപമിച്ചേക്കണം. നമ്മളാരും, ഞാൻ കണ്ടിട്ടില്ല കരിമിഴീനെ. കണ്ടിട്ടുണ്ടോ? കുരുവിക്ക് കരിമിഴിയാണ്. നിങ്ങളിപ്പോഴാണ് ചിന്തിക്കുന്നത്. ആ അതുപോലെ തന്നെ എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചേലത്തെ ചെമ്പരും തല്ല്. ഇതെന്നാണെന്നറിയോ, ഈ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനൊരു ഒരു ഒരു ഉദയം പോലെയൊക്കെ തോന്നും. അതായത് ഒരു തീ വരുന്നത് പോലത്തെ ഒരു സാധനം വരും. ഇപ്പം ഈ വേടനെ എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. വാക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾക്കുള്ളിൽ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, ചിരിച്ചോണ്ട് പെറ്റിട്ടുള്ള ഏത് അമ്മയുള്ള. ഇനി കടൽ സ്ത്രീയാണെന്ന് ഇത് ആരാ പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞത്? കടൽ വന്ന് പറഞ്ഞത് സ്ത്രീയാണ്. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കടലല്ല കരയല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. അപ്പൊ ഈ വേടന്റെ വരികൾ പെട്ടെന്ന് ആൾക്കാർക്ക് അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ആ സമയത്ത് മറ്റേ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ, ആ വരി എന്ന് വെച്ചാൽ എഴുതാൻ വൈകിയ ചിത്രകഥയിൽ. ചിത്രകഥ എന്ന് പറയുമ്പോൾ അമർ ചിത്രകഥയാവാം, പുരാണ ചിത്രകഥയാവാം. അപ്പം അതായത് വരച്ച് വെച്ചിട്ടുള്ള ചിത്രത്തിൻ്റെ അടിയിൽ ആണ് ഈ, അതായത് ചിത്രകഥ എന്ന് പറയുന്നത് എന്താണ്? അതിനകത്തൊരു ഫോട്ടോ ഉണ്ടാവും, അതിൻ്റെ വിവർത്തനം ഉണ്ടാവും, അതാണ് ചിത്രകഥ. അപ്പോൾ എഴുതാൻ വൈകിയ ചിത്രകഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ ഇന്ന് കണ്ടു, ഈ സാധനം ഞാൻ നേരത്തെ എഴുതേണ്ടതായിരുന്നു. അതായത് എൻ്റെ കാലഘട്ടം മാറിപ്പോയി, 10 കൊല്ലം മുമ്പ് ഞാൻ എഴുതേണ്ട. അതാണല്ലോ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു. ഏഴഴകെന്ന് പറയുമ്പോൾ എന്താ? ഏഴഴക് നമ്മൾ ഉപമിച്ചേക്കുന്നത് കറുപ്പിനെയാണ്. അങ്ങനെയല്ലേ? കറുപ്പിനല്ലേ ഏഴഴകെന്ന് പറയുന്നത്. ബാക്കി 93 അഴകും വെളുപ്പിനാന്നാണ് നമ്മൾ കളിയാക്കാൻ പറയുന്നത്. അപ്പോൾ ഏഴഴകെന്ന് ഉദ്ദേശിക്കുന്നത് വെബ്ജിയോറാണ്. അത് ആൾക്കാർക്ക് അറിയാൻ പാടില്ല. 7 വർണ്ണമല്ലേ ഉള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? വെബ്ജിയോർ 7 വർണ്ണം. 7 വർണ്ണം എന്ന് പറഞ്ഞാൽ 7 വർണ്ണങ്ങൾ വെച്ചിട്ട് നമുക്ക് 100,000 വർണ്ണങ്ങൾ ഉണ്ടാക്കാന്നുള്ളതാണ്. പച്ച മഞ്ഞ കയറുമ്പോൾ ഒരു കളറാവും, മഞ്ഞയും പച്ചയും ചുമലയും കൂടെ കയറുമ്പോൾ ഒരു കളർ. ഇതൊരു കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ ഈ മഴവില്ലിൻ്റെ അഴകിനാണ് ഞാൻ 7 അഴകെന്ന് പറയുന്നത്.
ഈ 7 അഴകിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് അഴകുകളുണ്ട്. അതാണ് സത്യം പറഞ്ഞ 7 അഴക്. അപ്പം മറ്റേ മണ്ടന്മാർ 93 അഴകും ഇനി 7 അഴകും കൂടെ കൂട്ടിയാൽ വെളുത്തിരിക്കും, ഏറ്റവും കുറച്ചാൽ കറുത്തിരിക്കും. അതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ എഴുതാൻ വൈകിയ ചിത്രകഥയിൽ 7 അഴകുള്ളൊരു നായിക നീങ്ങുന്നവൻ. അപ്പോൾ ഇയാൾ ആ പെണ്ണിനെ നായികയായിട്ട് കണ്ടു. അത്രയും പുള്ളി ചിന്തിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഓരോ ഡയലോഗുകളും. അപ്പോൾ പാട്ടിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് ചിന്തിക്കണം, പറയുമ്പോൾ നമ്മളധികം ചിന്തിക്കണ്ട. അപ്പോൾ നമ്മളൊരു കഥാപാത്രം, ആ കഥാപാത്രം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെടുക്കൽ സംസാരിക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കഥാപാത്രത്തിനെയും നമ്മൾ മനസ്സിലാക്കണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രത്തിനെ നമ്മൾ പഠിക്കണം, എന്നാലല്ലേ ഈ കഥാപാത്രം ആ കഥാപാത്രം തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രത്തിന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മളെ ഈ പുതിയ ആൾക്കാർക്ക് വരുന്ന മിസ്റ്റേക്ക് എന്നാന്ന് പറയും. ഇപ്പം ഞാൻ എന്നെ വഴിക്ക് ചായ കുടിച്ചു, ഇതാണ് എൻ്റെ ഡയലോഗ് ഈ കഥാപാത്രത്തിൻ്റെ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചോദിക്കണം, എന്ത് ചോദിക്കണം? എടാ ചായ കുടിച്ചോ നീ? അപ്പോഴാണ് ഈ ഡയലോഗ് പറയണ്ടേ, ഞാൻ എന്നെ വഴിക്ക് ചായ കുടിച്ചു. ഇവൻ്റെ ഡയലോഗും പഠിച്ചു. എൻ്റെ ആദ്യത്തെ ഡയലോഗ് ഞാൻ വന്ന വഴിക്ക് ചായ കുടിച്ചു, രണ്ടാമത്തെ ഡയലോഗ് പഴംപൊരി, മൂന്നാമത്തെ ഡയലോഗ് കൊള്ളത്തില്ലായിരുന്നു എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. ഈ മൂന്ന് ഡയലോഗ് ആദ്യത്തെ ഡയലോഗ് ഇത്, രണ്ടാമത്തെ ഡയലോഗ് ഇത്, മൂന്നാമത്തെ ഡയലോഗ് ഇതെല്ലാം കാണാപ്പടം പഠിച്ചു കേട്ടോ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ അവിടെ വന്നിട്ട് വെച്ച് നേരെ ആ പുള്ളി പറയാണ്, ആ കട കൊള്ളത്തില്ലായിരുന്നല്ലേ? അപ്പൊ ഇയാൾ പറഞ്ഞ ഡയലോഗിനാ ആ വന്നു വഴി ഞാൻ ചായ കുടിച്ചായിരുന്നു. അതിൻ്റെ അർത്ഥം ആ പുള്ളി പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വന്നില്ല. മനസ്സിലായി? അപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ അയാളെ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഈ ഗിവ് ആൻഡ് ടേക്കാണ്, ഈ ഗിവ് ആൻഡ് ടേക്ക് നടക്കണം. അപ്പൊ അവൻ പറയാണ്, അവന്റെ ഡയലോഗ് എന്തായിരുന്നു, ആ ചായക്കട കൊള്ളത്തില്ലല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ ഇവിടുന്ന് എന്ത് മാറ്റണം? നേരെ കേട്ടോ, ഞാൻ വന്നൊഴിക്കൊരു ചായ കുടിച്ചായിരുന്നു. ഏത് ആ നേരാണെന്ന് പറയുന്ന ഡയലോഗ് ഇവിടെ ഉണ്ടായില്ല. പക്ഷെ അവന്റെ ഡയലോഗ് മേലെ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഡയലോഗ് ആടാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ആ നേരെ കേട്ടോ, വന്ന ഒഴിക്കാൻ ഒരു ചായ കുടിച്ചായിരുന്നു, അത് പഴംപൊരിയാണ്, പക്ഷെ അതങ്ങോട്ട് അവനാ പറയുന്നത്. ഏത് ബുദ്ധിമാനായിട്ടുള്ള ആക്ടർ എന്ത് ചെയ്തു? ഒത്തില്ല എന്നുള്ള ഡയലോഗ് നമ്മൾ പറഞ്ഞില്ല, നമ്മളത് കടിച്ച് ഇങ്ങനെ കാണിച്ചപ്പോൾ അവൻ പറഞ്ഞു ഒത്തില്ലല്ലേ. അപ്പോൾ അത് ഗിവ് ആൻഡ് ടേക്കായി. ഇനി ഈ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യത്തെ ഡയലോഗ് നമ്മുടെ എന്താ, ഞാൻ വന്ന വഴിക്ക് ഒരു ചായ കുടിച്ചായിരുന്നു. ചില ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അറിയാം, ഞാൻ വന്ന വഴിക്ക് ചായ കുടിച്ചായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ഡയലോഗ്. രണ്ടാമത്തെ ഡയലോഗ് എന്നുള്ളത് പഴംപൊരിയാണ്. അപ്പം മനസ്സിൽ പറയും, ഞാൻ ആദ്യത്തെ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് രണ്ടാമത്തെ ഡയലോഗ് ഓർമ്മ തന്നെ. ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ പ്രശ്നമല്ലത്, നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ല. ഈ നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് ഇത് ഉപ്പാണ്. ഈ നമ്മുടെ കൊറോണ വന്നപ്പോഴത്തേക്കിന് എന്നാ സംഭവിച്ചത്? ഒരുത്തനും ടേസ്റ്റ് അറിഞ്ഞില്ല, അന്നേരം മുളകൊക്കെ വാരി തിന്നുക, കൺട്രോളില്ല. അപ്പം നിങ്ങളുടെ തലച്ചോറിൻ്റെ അകത്തോട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി വന്നിട്ടില്ല, ആദ്യമാണ്. അപ്പം നിങ്ങൾ ഈ ഡയലോഗുകൾ ഞാൻ മറന്നു പോകുമെന്ന് പേടിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ആ മറന്നു പോകുമെന്ന് പേടിയുടെ ഏറ്റവും വലിയ കുഴപ്പമില്ല. പേടിച്ച അപ്പം ബ്രെയിൻ ലോക്കാകും. തൊട്ടവാടി പോലെയാണ്. തൊട്ടവാടി ഉണ്ടല്ലോ, നമ്മൾ തുറന്നിരിക്കത്തില്ല. ഈ പേടിക്കുന്നത് കൊണ്ടാണ് പാമ്പൊക്കെ കുത്താൻ വരുന്നത്. ഈ പേടിപ്പിക്കുമ്പോഴാണ് പട്ടി കടിക്കാൻ വരുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട തന്നെ, നമ്മുടെ തലച്ചോറിനെ നമ്മളെ പേടിപ്പിച്ചാൽ തലച്ചോറ് പിന്നെ അനങ്ങ ഓപ്പണാക്കണം. നമ്മൾ ഇതെങ്ങനെയാണെന്നറിയാം, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് എന്ന് പറഞ്ഞൊരു സാധനം തന്നുകൊടുക്കുമല്ലോ. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാത്തിനാ ഈ വീട്ടിൽ പോയിരുന്ന് പഠിക്കുന്നത്? ക്ലാസ്സിലിരുന്ന് പഠിച്ചല്ലോ, പിന്നെ എന്നാത്തിനാ വീട്ടിൽ പോയിരുന്ന് പഠിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഹോം വർക്ക് എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് ഉപബോധ മനസ്സുമുണ്ട്, ബോധ മനസ്സുമുണ്ട്. ആക്ച്വലി ഒറ്റ മൈൻഡേ ഉള്ളൂ ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സിൻ്റെ ഫിൽട്രേഷനുള്ള ഏരിയയാണ് ബോധം.
ഈ ബോധം വരുന്നത് എങ്ങനെയാണെന്നറിയോ? ആവശ്യകതകൾക്കനുസരിച്ചാണ്. താൻ ഇന്നിപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് ബസ്സിൽ കയറി അല്ലെങ്കിൽ ട്രെയിനിൽ കയറി ഇവിടം വരെ വന്നു. ഈ വരുന്നതിൻ്റെ ഇടയിൽ എത്ര വാഹനങ്ങൾ കടന്നു പോയിട്ടുണ്ട്? കംപ്ലീറ്റ് വാഹനത്തിൻ്റെ നമ്പരും താൻ കണ്ടിട്ടുണ്ട്. ഫീഡ് ചെയ്തില്ലെന്ന് ആരാ പറഞ്ഞു? എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ തനിക്ക് ആവശ്യമില്ല. നിലവിൽ ആവശ്യം വന്നില്ല. തനിക്കത് ആവശ്യം വരുന്ന സമയത്ത് നേരെ മൈൻഡിലായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഡയലോഗുകൾ. നമ്മൾ വായിച്ചിട്ട് മറന്നു കളയണം. നമ്മൾ ഡയലോഗ് വായിച്ചു പിന്നെ മറന്നു കളയണം. അതല്ലേ ഈ ആക്ടിങ് എന്ന് പറയുന്നത്. എല്ലാവർക്കും വന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയൊന്നുമല്ല. ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് നടക്കത്തുള്ളൂ. ആഗ്രഹമുള്ളവർക്ക് പറ്റും. കാര്യം ആഗ്രഹമുള്ളവർക്ക് ഡെഡിക്കേഷൻ ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ ഒരു ഡയലോഗ് ഉള്ളെങ്കിൽ തന്നെ നമ്മൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് ആ ഡയലോഗിന് എത്ര മോഡുലേഷൻ കൊടുക്കാൻ കഴിയും. ഈ മോഡുലേഷൻസ് എല്ലാ ഇമോഷൻസുമായിട്ട് കണക്റ്റഡാണ്. ഈ പുതിയ ആൾക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒറ്റ വോൾട്ടേജ് ഉണ്ടാവും. വരില്ല. ഭാവത്തിൽ വ്യത്യാസം വരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവം എന്നാന്ന് അറിയണ്ടേ? ഭാവം അറിയാതെ എങ്ങനെ വ്യത്യാസം? ഞാൻ പപ്പടം പുറത്തു. എത്ര ഇമോഷനിൽ പറയാം? എത്ര എണ്ണം പറയാം? ഒന്ന് പറഞ്ഞ് ഒരു 5 എണ്ണം പറയാം. 5 ഇമോഷനിലൊന്ന് പറഞ്ഞു ഞാൻ പപ്പടം പുറത്തു. ആ, അതെന്ത് ഇമോഷനാണെന്നും കൂടെ പറ. അതെന്ത് ഇമോഷനാണെന്നും കൂടി പറയണം. ഓരോ ഇമോഷൻ പറഞ്ഞിട്ടത് പറ. ആ, ദേഷ്യം ആർക്കും വരും. ഈ ദേഷ്യമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ദേഷ്യം ഒരു വികാരമാണോ? ഈ ദേഷ്യത്തിൽ തന്നെ ഒരു 10,000 വികാരമുണ്ട്. കാര്യം എന്താ അറിയോ? കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്നവന്റെ ദേഷ്യം ആ ലെവല് വേറെയാണ്. സന്തോഷിച്ച് നിൽക്കുന്നവന്റെ ദേഷ്യം വേറെയാണ്. ഇനി ക്യൂരിയോസിറ്റി ഉള്ള ആളുടെ ഈ ദേഷ്യം വേറെയാണ്. ക്യാരക്ടർ അനുസരിച്ച് ദേഷ്യത്തിൽ വ്യത്യാസം വരും. അപ്പം നമ്മൾ ദേഷ്യം എന്ന് പറയുന്നത് ഞാൻ ദേഷ്യത്തിൽ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഏത് ദേഷ്യത്തിൽ നിന്നിട്ടാണ് ഈ ദേഷ്യം പറയുന്നതെന്ന് നമുക്ക് ആദ്യം ഇതെല്ലാം ചെയ്താലും ക്യാരക്ടർ അറിയണമെന്ന്. പപ്പടം വറുത്ത് അങ്ങനെയും പറയാം. അപ്പം ഈ ക്യാരക്ടറെ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഡയലോഗുകൾ എപ്പോൾ വേണേലും മാറ്റാം. അത് ഈ ഡയറക്ടറുടെ തോന്നിവാസം പോലെയൊക്കെ ഇരിക്കും. ഡയറക്ടറും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഈ എഴുത്തുകാരനും ഡയറക്ടറും ഒരാളായ ആക്ടറുടെ കാര്യം ഏകദേശം തീരുമാനമാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പം മാറ്റും. നമ്മൾ കഥാപാത്രം പറഞ്ഞ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് സിനിമ കാണുമ്പോൾ ആൾക്കാർ കണ്ടാൽ മതി. എൻ്റെ മോഹമാണ്, നിന്റെ മോഹം ഇല്ല. നിന്റെ മോഹം വേണമെങ്കിൽ പറഞ്ഞാൽ വെച്ചാൽ മതി. പക്ഷെ നിനക്ക് തെറി വരും. അതാ ഫേസ്ബുക്കിൽ നിറച്ച്. എനിക്ക് പിന്നെ കുഴപ്പമില്ല, കേട്ട് ശീലമായത്. കുശുംബന്മാരാ. ഞാൻ എന്നാന്നറിയോ, ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുമ്പം ഞാനിങ്ങനെ ഫേസ്ബുക്ക് നോക്കുകയെ 5 പേരൊക്കെ തെറി വിളിച്ചിട്ടുള്ളെങ്കിൽ സങ്കടമാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല 5 പേർക്ക് കുശുമ്പുള്ളൂന്നാണ്. ഏത് ഇത് എണ്ണം കൂടുമ്പം എനിക്ക് മനസ്സിലാവും കുശുംബന്മാരുടെ എണ്ണം കൂടി. അവരെ കൊണ്ടൊന്നും നടക്കത്തില്ല. എനിക്ക് മറുപടി തരണം എന്നുണ്ടായിരുന്നു. ഐ മീൻ അവന്മാരെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടൊരു സാധനം. പക്ഷെ അത് എങ്ങനെ എത്തും പിടിയില്ല. ഞാൻ ചിലതിന് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ കൊടുത്താലേ കാര്യമുള്ളൂ. അല്ലെന്ന് ഇതെന്നെ ഈ രസം എന്നാന്നറിയോ, ഈ കമന്റ് അടിക്കുന്നതിലെ 60% ആൾക്കാരും മെസ്സഞ്ചറിൽ വന്ന് ചാൻസ് ചോദിക്കണവരാണ്. അല്ല, ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കത്തൊന്നുമില്ല. അതായത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് വേണം. ഞാൻ അങ്ങനെ 2-3 പടം ഫ്രീ ആയിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിലിരുന്നുള്ളൂ. എടാ, ഇതിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് വന്നതാണ്.
നിങ്ങൾ അറിയാത്തൊരു തന്ത്രം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കൂടെ വന്ന് രക്ഷപ്പെട്ടു പോയ കുറേ എണ്ണമുണ്ട്. ഒരുത്തനും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല, നമ്മളെ സഹായിച്ചിട്ടുമില്ല. ഇവർ വലുതാകുമ്പോഴത്തേക്കിന് താൻ എന്താണേലും രക്ഷപ്പെടും. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ കൂടിയിട്ട് 10 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഇവരെ അറിയപ്പെടുന്ന ലെവലിൽ എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കാര്യം നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചെൻ്റെ അടുക്കെ നന്ദികേട് കാണിക്കാൻ പറ്റത്തില്ല. കാര്യം എന്നാണെന്നറിയോ, ഇത് ബാങ്ക് ത്രൂ ട്രാൻസാക്ഷനാണ്. ഈ സാധനം ഇതേലുണ്ട്. അപ്പോൾ ഭയങ്കര 1 കോടി രൂപ മേടിക്കുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും നമുക്ക് പറയാം, അളിയ ഒന്ന് ഒരു റെമ്യൂണറേഷൻ തരില്ല എന്നല്ല, അത് നമുക്കതിൻ്റെ അത് ആ ഡേറ്റ് കിട്ടും. ഇപ്പം നിവിൻ പോളിയൊക്കെ എങ്ങനെ വന്നതാ അതെനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ കേട്ട് എടാ ഞാൻ ചോദിക്കട്ടെ, ഇത് ആക്ടിങ്ങിൽ അവസരം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ എത്ര പേരോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പടം വിജയിക്കണം. പടം വിജയിക്കാന്നറിയോ ബ്രോ, ഞാനൊരു കാര്യം വളരെ എത്രയോ വലിയ സംവിധായകന്മാർ എത്രയോ പടങ്ങള് അല്ല അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അത് ആ വർത്താനവേ ഇവിടെ പറയരുത്. അത് പറയാനേ പാടില്ല. എന്താ പറഞ്ഞ എന്താന്ന് കുട്ടി ആദ്യം മനസ്സിലാക്കി. അതായത് ഞാൻ പറയണ മനസ്സിലായോ, എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു നല്ല കഥ ഉണ്ടാക്കിയെടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകൾ സെറ്റ് ചെയ്യുക, നിങ്ങൾക്ക് താമസിക്കാനും ഭക്ഷണം മേടിച്ചു തരാനും ഉള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കി തരിക. ഇതൊക്കെ ചെയ്താലും നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചില്ലേ പടം പൊട്ടും. ഇനി വേറൊരു വിഷയം എന്നാണെന്നറിയും,